ദൈവം എന്നെ അമ്മയ്ക്ക് സഹായിയായി എത്തിച്ചതല്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്റെ അമ്മ എനിക്ക് തന്നതാ. മോളെ, ദേ മീനാക്ഷി, ലക്ഷ്മണ രേഖയ്ക്കപ്പുറത്താണ് നമ്മുടെ കുഞ്ഞെങ്കിലും ഇനി മുതൽ അങ്ങോട്ട് മീനാക്ഷിയുടെ മേൽ നമുക്കൊരു ശ്രദ്ധ വേണം. എന്താ അമ്മ? അസുരകാലത്ത് എന്റെ വയറ്റിൽ വന്ന് പിറന്ന സർപ്പസന്തതിയ എന്റെ മകളെന്ന് പറയുന്ന സാവിത്രി. ഇപ്പോ മകൻ അവളുടെ പക്ഷത്തായ സ്ഥിതിക്ക് അവള് കാണിക്കാൻ പോകുന്ന ഉപദ്രവങ്ങൾ ചെറുതായിരിക്കില്ല. മീനാക്ഷിയെ എല്ലാവിധത്തിലും അവള് ദ്രോഹിക്കും. അത് അമ്മ പറയുന്നത് ശരിയാ. നമുക്ക് കരുതലോടെ ഇരിക്കാം. അമ്മ വാ. ആ ഇതാ പാല്. ഈ ശൂർപ്പണക എന്റെ മുത്തശ്ശി പ്രസവിച്ചത് തന്നെയാണോ? ഒന്ന് നിന്നേ. എന്താ മൈ ഡിയർ അമ്മായിയമ്മ? ഈ പാല് അവന്റെ മുമ്പിൽ കൊണ്ടു ചെന്നിട്ട് ദാ പാല് എന്നൊന്നും പറയരുത്. പിന്നെ ഇത്തിരി നാണത്തോടെ ഈ കാറ്റത്തുലയുന്ന മുല്ലവള്ളി പോലെ വളഞ്ഞു പൊളഞ്ഞു ദേ ഏട്ടാ പാല് എന്ന് പറയണം. നീർക്കോലിയെ പോലെ നിലത്ത് കിടന്ന് ഉരുണ്ടു പൊളയണം. ദേ ഇങ്ങനെ ദേട്ട പാല്. അയ്യോ, ഇങ്ങനെ മതിയോ? ഓ നീ എന്തെങ്കിലും കാണിക്കും. സർവജ്ഞപീഠം കയറിയവളാണല്ലോ നീ. ചെല്ല് ചെല്ല് ചെല്ല്. പാറക്കെട്ട് പോലെ ഒരു മയമില്ലാത്ത പോലീസുകാരനായ എന്റെ മകൻ ക്രിമിനലിനോടെന്ന പോലെ ആയിരിക്കും ഭാര്യയോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഒരുത്തി പോയി കിട്ടി. നീ ചെന്ന് ആഹൂന്നൊക്കെ കാണിച്ച അടിച്ചെവുക്കുറ്റിക്ക് കിട്ടും. പിന്നെ ഈ പാല് കുടിക്കുമ്പോ കിട്ടുന്ന പ്രഹരം, ഓ ഒരു 1.5 കിൻഡലും. കൂടാതെ തിളച്ച ഒരു ഗ്ലാസ് പാല് നിന്റെ മോന്തയ്ക്ക് ഒഴിക്കും. ഓ എന്തു രസമായിരിക്കും. ചെല്ല് ചെല്ല്. ഈ പാവം കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ഇതിനെ ഉപേക്ഷിച്ചു പോകാൻ ആ മൈഥിലിക്ക് എങ്ങനെ മനസ്സ് വന്നു? നിഷ്കളങ്കമായ ഈ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടോ? ഇത് വല്ലതും അറിയുന്നുണ്ടോ? അവള് അനുഭവിക്കത്തേ ഉള്ളൂ ആ മൈഥിലി. എന്റെ മനസ്സ് തകർത്തിട്ട് പോയ അവൾക്ക് ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും കിട്ടില്ല. ഈ വാതിലൊന്ന് മുട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടാ കയറി വരേണ്ടത്. അതാണ് മാനേഴ്സ്. അതെങ്ങനെയാ? മര്യാദയും മാനേഴ്സ് ഒന്നും അറിയില്ലല്ലോ. അങ്ങനെയാണല്ലോ വളർത്തിയതും വളർന്നതും.
സോറി, ഇത് ACP ഓഫീസാണെന്ന് ഞാൻ കരുതിയില്ല. ഒരു ബെഡ്റൂമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഓ, ഇത് ബെഡ്റൂം ആണെന്നാണോ നീ കരുതിയത്? നിനക്ക് വേണ്ടി അലങ്കരിക്കപ്പെട്ട മണിയറ. മധുവിത് രാത്രി സ്വപ്നം കണ്ടാണോ നീ ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ അത്ര സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്റെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുപോയി. മിണ്ടരുത് നീ. തിരുവാക്കി എതിർവാ പറഞ്ഞ ആ നാവ് ഞാൻ അരിഞ്ഞുകളയും. ഇത് മധുവിത് രാവോ, നിന്റെ മണിയറ മുറിയോ അല്ല. ഇതാണ് ടോർച്ചർ ചേംബർ, അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ ഒരുക്കിയ നാസി ക്യാമ്പിലെ ഗ്യാസ് ബങ്കർ. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഈ ഗ്യാസ് ബങ്കറിൽ പുക കയറ്റിവിട്ട് നിന്നെ ഞാൻ ശ്വാസം മുട്ടിക്കും. ഇവിടെ നിനക്ക് ഒരു മനസമാധാനോ സന്തോഷമോ കിട്ടാൻ പോകുന്നില്ല. ഞാനത് തരില്ല. ഇതിനുള്ളിൽ എന്ത് നടന്നാലും പുറത്താരും അറിയാൻ പോകുന്നില്ല. ഇതൊരു അടിമപ്പാളയമാണ്. ഈ പാളയത്തിൽ ഒരേ ഒരു അടിമയേ ഉള്ളൂ, അത് നീയാണ്. കേട്ടിട്ടില്ലേ അറബി കഥകളിൽ അടിമകളായ അറബി പെണ്ണുങ്ങളെ പറ്റി? അതുപോലെ നീ എന്റെ തടവറയിലെ അടിമ. നിനക്ക് ഒരേ ഒരു ഉടമേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ. നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇല്ല. ഞാൻ തരില്ല. എന്റെ ജീവിതം കുരുതി കൊടുത്തതിന് ഞാൻ തരുന്ന ശിക്ഷ. ഞാൻ ACPയുടെ ജീവിതം ഒന്നും കുരുതി കൊടുത്തിട്ടില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാ. മിണ്ടരുതെന്നാ ഞാൻ പറഞ്ഞത്. നീ എന്നെ സ്വാതന്ത്ര്യത്തോടെ ACP എന്നൊന്നും വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഇന്ന് മുതൽ സർ സർ എന്ന് വിളിച്ചാ മതി. സർ. ഇന്നു മുതൽ ഞാൻ സാറിനെ അനുസരിക്കാം. അത് നിങ്ങളെ പേടിച്ചിട്ടോ നിങ്ങളുടെ അടിമയായതുകൊണ്ടൊന്നുമല്ല. സാറിന്റെ ഭാര്യയായിരുന്നവൾ ആ വൈശാഖിന്റെ കൂടെ ഒളിച്ചോടിയതിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. പക്ഷേ ആ വൈശാഖിനെ ഉൾപ്പെടുത്തി കളിച്ചൊരു നാടകത്തിൽ എനിക്ക് നല്ലൊരു റോളുണ്ടായിരുന്നു. കഥയറിയാതെ ഞാൻ കളിച്ചൊരു നാടകമായിരുന്നു അത്. കഴിഞ്ഞതൊന്നും നീ എന്റെ മുന്നിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട. കത്തിജ്വലിക്കുന്ന ഓർമ്മകളിൽ ഞാൻ വെന്ത് നീറി ഞാനല്ലാതെയാവും. ഒരു പക്ഷേ നിന്നെ ഞാൻ കൊന്നുകളയും. കൊല്ലണ്ട. കൊന്ന നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇവളുടെ 2 കാലുകളും തല്ലി ഒടിച്ചാൽ മതി. സർ, സാറിനും കുഞ്ഞിനും ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ സ്നേഹോപചാരങ്ങളൊന്നും എനിക്ക് വേണ്ട. സ്നേഹമൊന്നും എനിക്കും ആവശ്യമില്ല. രാത്രിയില് അങ്ങ് പാല് കുടിച്ചു കിടക്കുന്നൊരു ശീലമുണ്ടെന്ന് എന്റെ മഹതിയായ അമ്മായിയമ്മ പറഞ്ഞു. അതാ പാലും കൊണ്ട് വന്നത്. തന്നെയുമല്ല, പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങിയ നല്ല ഉറക്കവും കിട്ടും. ദാ പാല്, നല്ല ചൂടുണ്ട്, സൂക്ഷിച്ചു കുടിക്കണേ.
അവളുടെ ഒരു സ്നേഹോപദേശം. അവളുടെ ഒരു പാലും പാൽപ്പായസവും. എന്താ ഇവിടെ? എന്താ ഒരു നിലവിളി കേട്ടോ? അത് മുതലമ്മയുടെ മറുതയായിരുന്നു. മുതലമ്മട മറുതേ? ആ, അങ്ങനെ ഒരു മറുത ഈ തറവാട്ടിലുണ്ട്. മറ്റുള്ളവരുടെ ചോര കുടിക്കാൻ നടക്കുന്ന മറുത. ആ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലറും. ഉറക്കം വരുന്നു. എനിക്കൊന്ന് കിടക്കണമല്ലോ. നിലത്ത് കിടന്നാ മതി. യോ, എടീ മൊബൈൽ ഫോൺ ഓണാക്കല്ലേ? നീ ഓണാക്കിയോ? ഇല്ല. ദേ, ഇത് നീ ഓണാക്കരുത്. അവനെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടാവും. അവര് ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നമ്മളെ പിടികൂടും. അതെനിക്കറിയാം. ഞാൻ മൊബൈൽ ഓണാക്കിയിട്ടില്ല. അതിരിക്കട്ടെ, എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? അതൊക്കെ പറയാം. ദേ, ഇത് രൂപ 1.5 കോടിയാ. ഇതിങ്ങനെ കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ബാങ്കിലിടാൻ പറ്റില്ലേ? എടീ, പറ്റില്ല. നമുക്ക് ഇത്രയും പണം കയ്യിൽ വരാനുള്ള സോഴ്സ് ഒക്കെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. വലിയ പൊല്ലാപ്പ അതൊക്കെ. നമുക്കിത് ഒരുമിച്ച് ചിലവാക്കാനൊന്നും പറ്റില്ല. പതുക്കെ പതുക്കെ മാത്രമേ ഇത് നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ന് വരുത്തി മാറ്റിയെടുക്കാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ പിന്നെ വിജിലൻസ്, എൻഫോഴ്സ്മെന്റ്. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയല്ലോ. തേങ്ങ പൊതിക്കുന്ന പട്ടികളും ഉണ്ട്. ഏതായാലും ഞാനൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. അതേ പ്രാക്ടിക്കലാവും. നീ പറ. അതെ, നമുക്കേ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഉൾഗ്രാമത്തിലോട്ട് പോവാം. അവിടെ എവിടെയെങ്കിലും ഒരു നല്ല വീട് കണ്ടെത്തി കുറേ കാലം അവിടെ ജീവിക്കാം. അല്ല, നിന്റെ അഭിപ്രായം എന്താ? ആ, അത് നല്ലതാ. ആരും അറിയില്ല. ഈ തേനിയിലോ പെരുങ്കുളത്തോ പൊള്ളാച്ചിയിലോ. അതിലും ഉൾഗ്രാമത്തിൽ പോവാം. അതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്തോളാം. പക്ഷേ എങ്ങനെ പോവും നമ്മള്? ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറി? നില്ല്. നാളെ തന്നെ നമുക്കൊരു കാർ വാങ്ങാം. ആ, അതെങ്ങനെ പറ്റും? കാറ് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കണ്ടേ? മൈഥിലി, സെക്കൻഡ് ഹാൻഡ് കാറ്. അത്തരം കാറുകൾ കാശ് കൊടുത്താൽ നമുക്ക് അപ്പം തന്നെ വാങ്ങിക്കാം. അത് നാളെ തന്നെ നമ്മൾ വാങ്ങിയിരിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ നമ്മുടെ കാറിലാണ് യാത്ര. എടോ, എന്തായാലും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമ്മൾ ഒന്നായിരിക്കുന്നു. ഇനി ഞാനും നീയും മാത്രം. നമ്മുടെ ജീവിതം നമുക്കൊരു ഉത്സവമാക്കി ആഘോഷിക്കണം. കേട്ടോ സാവിത്രി? പ്രേതം
രാമേട്ടാ എന്താ എന്താന്നാ ഞാനാന്ന് സഹോദരിയോ? ആ അതെ സാവിത്രി. നിനക്കെന്ത് പറ്റി? നീ വല്ല മൈം ഷോയ്ക്കും പോകുന്നുണ്ടോ? ഞാൻ മൈൻഡ് ഷോക്ക് ചേർന്നൊന്നും അല്ല. പിന്നെ എന്റെ മുഖം ചെറുതായിട്ടൊന്ന് പൊള്ളി. ചെറുതായിട്ട് പൊള്ളിയെന്ന്? എങ്ങനെ പൊള്ളി? ആ അതൊക്കെ പൊള്ളി. നിങ്ങൾ തന്നെ ചിരിക്കുന്നേ. ഈ മുഖം പൊള്ളിയത് എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടി. നിങ്ങൾക്ക് പിടി കിട്ടിയെന്നോ? എന്തോന്ന്? ഈ പണി വന്നത് എങ്ങനെയാണെന്ന് ഏറെക്കുറെ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായത് രാമേട്ടൻ നീ പറയുന്നേ? ഏയ്, ഈ കള്ളപ്പൂച്ചയെ പോലെ പമ്മി പമ്മി എന്തിനാ കാർത്തിയുടെ വാതിക്കലേക്ക് പോയത്? ഓ അപ്പൊ അതും കണ്ടുപിടിച്ചോ? അതെ, അവൻ അവളെ കൊന്നു കളയൂന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കൊല്ലാൻ അവനെ ഒരുമ്പെട്ട അത് തടയാമെന്ന ഭാവത്തിലാ ഞാൻ പോയത്. സംഗതി അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. പിന്നെ നീ അവന് കൊടുത്ത പാലില് കാഞ്ഞിരക്കുരുവോ ആവണക്കെണ്ണയോ കലക്കി കൊടുത്തു കാണും. അത് കുടിച്ച കാർത്തി കലി കയറി ആ പാല് പുറത്തേക്ക് ഇറങ്ങും. അത് നിന്റെ മുഖത്ത് വന്നു വീണു. അതല്ലേ സത്യം? നിങ്ങളാരെ? ജോൾസനോ? ഇത് മനസ്സിലാക്കാൻ ജോലിച്ചൊന്നും അറിയണ്ട, സിക്സ്ത് സെൻസും വേണ്ട, കോമൺ സെൻസ് മാത്രം മതി. എന്റെ സാവിത്രി, അവരുടെ പ്രശ്നം എങ്ങനെയും കോംപ്രമൈസ് ആക്കുന്നതിന് പകരം അതാളി കത്തിക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? ഓ നിങ്ങൾ അവളുടെ അമ്മാവനായിരിക്കും. നീ അവളുടെ അമ്മായി. ആ വക ബന്ധങ്ങൾക്കൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്റെ മകന്റെ ജീവിതം തുറച്ചോ അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, ഉറപ്പ്. ഞാൻ വീശി തരണോ? ഓടുന്നു. ഓ ഈശ്വരാ, ഇവളുടെ ഒരു കാര്യം. ദേവി, ദേവി നിക്കേ. ദേവി ഒന്ന് നിക്കേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേവി, എനിക്ക് ദേവിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല ചേട്ടാ. കേൾക്കണം, അതെന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. ദേവി കേട്ടേ പറ്റൂ. മീനാക്ഷിയെക്കുറിച്ചുള്ള കാര്യമാണോ? അതല്ല, ഇതെന്റെ കാര്യങ്ങളാ. എങ്കിൽ എനിക്ക് കേൾക്കണ്ട ചേട്ടാ. നമ്മൾ പിരിഞ്ഞു പോയവരാ. ഇപ്പൊ നിൽക്കുന്നത് രണ്ട് ധ്രുവങ്ങളിലോ. അതങ്ങനെ തുടരാനാ എനിക്കിഷ്ടം. ദേവി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ദേവി. വേണ്ട, കേൾക്കണ്ട. മീനാക്ഷിയുടെ കാര്യമല്ലാതെ മറ്റൊന്നും എനിക്ക് ചേട്ടനിൽ നിന്ന് കേൾക്കണ്ട. മാത്രമല്ല, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. മീനാക്ഷി, 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 ഇവിടുത്തെ എവിടെ പോയി കിടക്കുവോ? ഇവിടെ. ഓ എന്താ? എന്താടി വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഇത്ര മടി? ദേ, നിന്റെ അഹങ്കാരമൊന്നും എന്നോട് കാണിക്കണ്ട. നിനക്കിവിടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു, അത് അവസാനിച്ചു.